ശരിക്കും ഈ വീഡിയോ ഞാൻ 2 ആഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ പോലെ എടുത്തിടാനായിട്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഓക്കെ എന്നുള്ള ഒരു ഇതിലേക്ക് മൈൻഡ് സെറ്റ് വന്നു. സോ ഞാനിതിൽ പറയാൻ പോകുന്നത് ആ തിയേറ്ററിനെ ഒരു കംപ്ലീറ്റ്ലി അടിച്ചമർത്തി സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതല്ല. എനിക്ക് അവിടെ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ റെക്ടിഫൈ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കര പോകുന്ന റൂട്ടിൽ കല്ലുന്താഴം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ പാർത്ത സിനിഹൗസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ആക്ച്വലി ഒരു 2 സ്ക്രീനുള്ള ഒരു തിയേറ്ററാണ്. പാർത്ത എന്ന് പറഞ്ഞ മെയിൻ സ്ക്രീനും സാരഥി എന്ന് പറഞ്ഞ വേറൊരു സ്ക്രീനും. ആക്ച്വലി ഇതൊരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിരുന്നു ആദ്യം, പാർത്ത സിനിഹൗസ് എന്ന് പറഞ്ഞിട്ട്. സാരഥി എന്ന് പറഞ്ഞിട്ട് വേറൊരു തിയേറ്റർ ഇവർക്ക് വേറെ ഉണ്ടായിരുന്നു, അത് പിന്നെ നിർത്തിപ്പോയി. അതിനുശേഷം പാർത്തയുടെ ബാൽക്കണി ഇവർ കൺവേർട്ട് ചെയ്തിട്ട് സാരഥി എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ ആക്കുകയായിരുന്നു. ഈ 2 സ്ക്രീൻസിലും സോണിയുടെ 4K പ്രൊജക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാരഥിയിൽ ഡോൾബി 7.1 സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ പാർത്തയിൽ ഡോൾബി അറ്റ്മോസ് ആണ് 32 ചാനൽ. അപ്പോൾ ഇന്ന് ട്രോൺ ഏരീസ് എന്ന് പറഞ്ഞ ഈ മൂവി ഞാൻ കാണാൻ പോകുന്നത് ഈ പാർത്ത എന്ന് പറഞ്ഞ മെയിൻ സ്ക്രീനിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. തിയേറ്റർ ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കാണ് അവർ ചെയ്തേക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈപ്പ് ഒരു ബിൽഡിംഗ് കാണുന്നത്. അതുമാത്രമല്ല പഴയകാല തിയേറ്ററുകൾ അനുസ്മരിക്കുന്ന രീതിയിലാണ് ആ ലുക്ക് എല്ലാം തോന്നുന്നത് കാണുമ്പോൾ തന്നെ. പിന്നെ തിയേറ്റർ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പാർക്കിംഗ് സ്പേസ് കാണാൻ പറ്റും. ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. എല്ലാം ഇൻ്റർലോക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബോക്സ് ഓഫീസ് കാണാം തിയേറ്ററിൻ്റെ സൈഡിൽ തന്നെ. അപ്പോൾ അതിൽ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പാർത്ത സാരഥിന് 2 സ്ക്രീൻസാണുള്ളത്. അതിൽ പാർത്തയിൽ നമുക്ക് ഗോൾഡ് കാറ്റഗറി 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പിന്നെ പ്ലാറ്റിനം 220 രൂപയും. അവിടെ സാരഥിയിലാണെങ്കിൽ ഒരു കാറ്റഗറിയേ ഉള്ളൂ, ഗോൾഡ് എന്ന് പറഞ്ഞ കാറ്റഗറി. അതിൽ 150 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം, ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടും എനിക്ക് 2ാമത് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. QR കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ അവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇത് പിന്നെയും നമ്മൾ ഒരു സൈഡിൽ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു, മറ്റൊരു സൈഡിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാർ 2 പേരും ഈ കൗണ്ടറിൻ്റെ അപ്പുറത്ത് പുറത്തായിട്ട് വന്ന് നിന്നിട്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കണം. സോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അങ്ങനെ ഒരു മെഷീൻ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ടോയ്ലറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ടോയ്ലറ്റിലേക്ക് വന്നപ്പോൾ അവിടെയും കണ്ടീഷൻ വളരെ പരിതാപകരമായിരുന്നു. ടോയ്ലറ്റ് ഒട്ടും ക്ലീൻഡ് അല്ല, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നുണ്ട് തിയേറ്ററിൻ്റെ സൈഡിൽ തന്നെ, ആ ബിൽഡിങ്ങിനോട് ചേർന്ന്. എനിക്ക് തോന്നുന്നു സാരഥി എന്ന് പറഞ്ഞ സ്ക്രീനിലേക്ക് പോകാനായിട്ട് ഡയറക്റ്റ് ഇവിടുന്ന് ലിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പടം കാണാമെന്നുള്ള രീതിയിൽ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഗ്ലാസ് തന്നു. 3D സിനിമയാണല്ലോ, അപ്പോൾ ഗ്ലാസ് തന്നു. ഗ്ലാസ് കിട്ടിയപ്പോഴാണ് അടുത്ത പ്രശ്നം, ഗ്ലാസ്സിൽ നിറച്ചും സ്ക്രാച്ച്. മുമ്പ് എങ്ങോ യൂസ് ചെയ്ത ഒരു ഗ്ലാസ് പിന്നെ എടുത്ത് തന്ന പോലെയായിരുന്നു. കവറിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചുമ്മാ പെട്ടിന്ന് ഗ്ലാസ് എടുത്ത് തരാം. ആ ഗ്ലാസ്സിലാണെങ്കിൽ ഒടുക്കത്തെ സ്ക്രാച്ചും. ഞാൻ പിന്നെ അവിടെ ഒന്നും പറയാൻ നിന്നില്ല. ആകെ 10-20 പേര് മാത്രമേ പടം കാണാനുണ്ടായിരുന്നുള്ളൂ. അതും റിലീസ് ഡേയുടെ അന്ന് ഫസ്റ്റ് ഷോയ്ക്ക്. പിന്നെ ഈ പടം അങ്ങനെ ഒരു വലിയ വാസ്റ്റ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന പോലത്തെ സിനിമയല്ല. അങ്ങനെ ഈ സിനിമകൾ കാണുന്ന ആൾക്കാർ മാത്രമേ ഈ പടത്തിന് വരുള്ളൂ. സോ അതുകൊണ്ട് ഒരു 10-20 പേര് മാത്രമേ പടത്തിന് ഉണ്ടായുള്ളൂ കാണാനായിട്ട്. ഈ തിയേറ്ററിൽ ടോട്ടൽ 320 സീറ്റ്സാണ് ഉള്ളത്. അതിൽ ബാക്കിലത്തെ 3 റോയാണ് സോഫ സീറ്റ്സ് വരുന്നത്. ബാക്കി സീറ്റ്സ് എല്ലാം തന്നെ നോർമൽ പുഷ് ബാക്ക് സീറ്റ്സാണ്. കുഴപ്പമില്ലാത്ത നല്ല സീറ്റ്സാണ്. അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ വലിയ രീതിയിൽ ലെഗ് സ്പേസ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കുന്ന സമയത്ത് നല്ല വ്യൂയിങ് ആംഗിളൊക്കെ ഉണ്ട്, അതിലും പ്രശ്നമൊന്നുമില്ല. ഫ്ലാറ്റ് സ്ക്രീനാണ് ഇവിടെ വരുന്നത്, അതും സിൽവർ സ്ക്രീനാണ്. അത് ഏത് കമ്പനിയുടെയാണെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനെ ഒരു കാര്യം ഒന്നും ഇവിടെ കൊടുത്തിട്ടോ അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ആരും ഒന്നും കണ്ടില്ല ഇവിടെ. പിന്നെ ഡോൾബി അറ്റ്മോസ് ആണ് സൗണ്ട് സിസ്റ്റം വരുന്നത്. ക്ലിപ്ഷിൻ്റെ സ്പീക്കേഴ്സാണ് ഇവർ യൂസ് ചെയ്യുന്നത്. 32 ചാനലാണ്.
ഡോൾബിയുടെ CP850 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല സിനിമാറ്റിക്സിൻ്റെ ക്രോസ് ഓവേഴ്സും പിന്നെ താഴെയായിട്ട് ആംപ്ലിഫയേഴ്സും നമുക്ക് കാണാൻ പറ്റും. പ്രൊജക്ടർ വരുന്നത് സോണിയുടെ പ്രൊജക്ടറാണ്. ഈ പ്രൊജക്ടറിന് വേറൊരു കുഴപ്പമുണ്ട്, അത് ഞാൻ പറയാം. അങ്ങനെ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ആദ്യമൊന്നും കുഴപ്പം തോന്നിച്ചില്ല. അറിയാലോ, ഇതൊരു ലാമ്പ് പ്രൊജക്ഷനാണ്. സോ 3D മൂവീസ് പ്ലേ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ബ്രൈറ്റ്നസ് നമുക്ക് ഗ്ലാസ് വയ്ക്കുമ്പോൾ കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത്ര ബ്രൈറ്റ്നസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അത്യാവശ്യം 3D ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോണി പ്രൊജക്ടറുകളുടെ മെയിൻ ഒരു പ്രശ്നമുണ്ട്. ബ്ലാക്ക് അല്ലെങ്കിൽ ഡേ സർഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് വിഷ്വൽസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ടിൻറ്റ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടൊരു ബ്ലൂയിഷ് ടിൻറ്റ് കാണിക്കും. ആ ഒരു പ്രശ്നം ഈ സിനിമയിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. സോണി പ്രൊജക്ടറുകളുടെ ഒരു പ്രശ്നമാണത്. മിക്ക തിയേറ്ററുകളിലും സോണിയുടെ പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യുന്ന മിക്ക തിയേറ്ററുകളിൽ ഇഷ്യൂസ് ഉണ്ട്. കുറേ പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സൗണ്ട് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എന്തോ കാലിബ്രേഷൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു ഓക്കെ ഫീലായിരുന്നു. സ്പീക്കേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ക്ലിപ്സിൻ്റെ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു കമ്പനിയുടെ സ്പീക്കേഴ്സാണ് അത്. നല്ല ഔട്ട്പുട്ട് തരുന്ന സ്പീക്കേഴ്സാണ്. അതിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 8 സ്പീക്കേഴ്സ് വീതം കാണാൻ പറ്റും. റിയർ സ്പീക്കേഴ്സായിട്ട് 4 വീതം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് 2 ലെയറിലായിട്ട് 8 വീതവും കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സബ്ബാണ് നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത്. അത് ലെഫ്റ്റ് സൈഡ് വാളിലും റൈറ്റ് സൈഡ് വാളിലും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടല്ല ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രൊജക്ഷൻ തീർത്തും മോശം എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന പ്രൊജക്ടറൊക്കെ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയി. അത് ചേഞ്ച് ചെയ്തിട്ട് ഇവരൊരു RGB ലേസർ പ്രൊജക്ഷനിലേക്ക് മാറുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ ആ ഡോൾബി അറ്റ്മോസ് ഒന്നുകൂടി ഒന്ന് കാലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിനനുസരിച്ചിട്ടുള്ള ഹോളുണ്ട്, അതിനനുസരിച്ചിട്ടുള്ളൊരു സ്ക്രീനുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ തിയേറ്ററിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാർത്ത സിനി ഹൗസിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ദിസ് ഈസ് ശ്രീ സൈനിങ് ഓഫ്.